വോട്ടുകളുടെ ആരോപണത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു. പാർലമെന്റ് മുന്നിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുമുള്ള വഴിയിലും സുരക്ഷ കർശനമാക്കുകയും ചെയ്തു. 300ഓളം പ്രതിപക്ഷ എംപിമാർ പ്രതിപക്ഷ മാർച്ചിന്റെ ഭാഗമാകുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി, വിനിത വിജി, അജീഷ് ജയകുമാർ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ബൽറാമിലേക്ക്. ബൽറാം, 300ഓളം എംപിമാർ പങ്കെടുക്കുന്നെങ്കിൽ ഇതിനോടകം തന്നെ 1000-ലധികം പോലീസുകാർ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിരന്നിട്ടുണ്ട് എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ബൽറാം, ഹാഷ്മി, ഇത്തരത്തിൽ ഒരു പ്രതിഷേധം അത് പാർലമെന്റിന് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ ശക്തമായ പോലീസ് വിന്യാസം ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ പാർലമെന്റിന്റെ പരിസരത്തുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പാർലമെന്റിന്റെ ട്രാൻസ്പോർട്ട് ഭവന്റെ സമീപമുള്ള പാർലമെന്റ് കവാടത്തിലാണ്. ഇവിടെ മാത്രം ഏതാണ്ട് 1000-ഓളം പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഡൽഹി പോലീസുണ്ട്, CRPF ഉണ്ട്, ഇതോടൊപ്പം തന്നെ ദ്രുതകർമ്മസേനയെയും വിന്യസിച്ചിട്ടുണ്ട്. ഈ ഒരു വശത്ത് മാത്രമായി സമാനമായി തന്നെ വിജയ് ചൗക്കിൽ എല്ലാ ദിവസവുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായുള്ള പോലീസുകാർ, അത് 100ഓളം പോലീസുകാർ എല്ലാ ദിവസവും വിജയ് ചൗക്കിലുള്ള 2-ാം നമ്പർ ഗേറ്റിൽ സുരക്ഷയ്ക്കായി വിന്യസിക്കും. ഇന്ന് അതിനേക്കാൾ കൂടുതലായി പോലീസുകാരെ അവിടെയും വിന്യസിച്ചിട്ടുണ്ട്. ഒരു വിധത്തിലും MP-മാരെ പാർലമെന്റിന് പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് തീരുമാനം. അതിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. എന്നാൽ പ്രതിപക്ഷത്തെ MP-മാർ ഒറ്റക്കെട്ടായി ഏതാണ്ട് 300 പേരാണ് ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിരിക്കുന്നത്. ഏത് വിധേനയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചൻ സദനിലേക്ക് പോകുമെന്നാണ് MP-മാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ട്രാൻസ്പോർട്ട് ഭവൻ പരിസരത്തുള്ള പാർലമെന്റ് ഗേറ്റ് വഴി ഒരു പ്രതിഷേധം അത് പതിവില്ലാത്തതാണ്. സാധാരണ നിലയിൽ MP-മാരുടെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ഗേറ്റാണ്. ഇതുവഴി യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും മുൻപ് സമീപകാലത്തൊന്നും തന്നെയും ഉണ്ടായിട്ടില്ല. അത് വിജയ് ചൗക്കിലേക്കാണ് സാധാരണ നിലയിൽ MP-മാരുടെ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെയുള്ളവ നടക്കുക. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷ ഈ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയിരിക്കുന്നു. നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ MP-മാരുമായി ചർച്ച നടത്തിയിരുന്നു. ഈ മാർച്ചും അല്ലെങ്കിൽ ഏത് റൂട്ടിലൂടെയാണ് മാർച്ച് മുന്നോട്ട് പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 30-അംഗ പ്രതിനിധി സംഘത്തെ കാണാമെന്ന് അറിയിച്ച ഒരു പശ്ചാത്തലത്തിൽ ആ 30 പേർക്ക് പോകാൻ സൗകര്യമൊരുക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ എല്ലാ അംഗങ്ങളെയും കാണാൻ തയ്യാറാകണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ആവശ്യമാണ് പ്രതിപക്ഷത്തിൻ്റേത്. ഒപ്പം തന്നെ ഈ ഒരു വിഷയം അത് ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത്. 2014 മുതൽ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിവിധ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ആദ്യ ഘട്ടത്തിൽ ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാടെ നിഷേധിച്ചെങ്കിലും പിന്നീട് ഒരു ഹാക്കത്തോണിന് തയ്യാറായി 2015-ൽ. തുടർന്ന് MP-മാരുടെ ആരോപണങ്ങളെ പാടെ നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ സമീപകാലത്തായി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേകിച്ചും പ്രതിപക്ഷം ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ കോൺഗ്രസ്, ഒപ്പം തന്നെ ശിവസേന, NCP എന്നീ പാർട്ടികളാണ് ഉന്നയിച്ച് തുടങ്ങിയത്. അതിന് പ്രാദേശികമായി തന്നെ പല ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഓഫീസറെ പലതവണ സമീപിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിനെല്ലാം തന്നെ അവഗണിക്കുന്ന ഒരു സമീപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ തുടർച്ചയായി ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം, അതോടെയാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായത്. ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇത് നടപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം, അതോടെയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയും പാർലമെന്റിനകത്ത് ഇത്ര വലിയൊരു പ്രതിഷേധത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ 300 പേർ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പകുതിയാണ്. 300 MP-മാർ എന്ന് പറയുന്നത് രാജ്യം തെരഞ്ഞെടുത്തയച്ച MP-മാരുടെ അത് രാജ്യത്തിൻ്റെ ഒരു പകുതി ജനശബ്ദമാണ്. അതിനെ ഏതെങ്കിലും കുറച്ച് 10,000-1500 പോലീസുകാരെ വെച്ചാൽ നിയന്ത്രിച്ചാൽ തടയപ്പെടുന്നതല്ല. അത് എന്തായാലും അത് അനുവാദം കൊടുത്തിട്ടില്ലെന്ന് പോലീസ് പറയുന്നത്. ഒരുപാട് പോലീസുകാർ അതിനെ നിയന്ത്രിക്കാനൊക്കെ ഉണ്ട്. 300 MP-മാർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പല രാഷ്ട്രീയ പാർട്ടികൾ ഈ പറയുന്ന രീതിയിൽ അതിൽ കോൺഗ്രസ് ഉണ്ട്, സമാജ്വാദി പാർട്ടി ഉണ്ട്, TMC ഉണ്ട്, DMK ഉണ്ട്, AAP ഉണ്ട്, ലെഫ്റ്റ് പാർട്ടീസ് ഉണ്ട്, RJD ഉണ്ട്, NCP ഉണ്ട്, ശിവസേന, UBT ഉണ്ട്, നാഷണൽ കോൺഫറൻസ് ഉണ്ട്. അങ്ങനെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ടീമുമാണ് ഈ പറയുന്ന 6 മാസക്കാലം ഇരുന്ന് ഇത് മൊത്തം വേർതിരിച്ചെടുത്തതെങ്കിൽ അത് ഇന്ത്യ സഖ്യം അത് ഏറ്റെടുക്കുന്നു എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ റാലി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.